ഗ്രീക്ക് സംസ്കാരം. ഇരുമ്പ് യുഗത്തിൽ ആരംഭിച്ച രണ്ട് സംസ്കാരങ്ങളായിരുന്നു ഗ്രീക്ക് സംസ്കാരവും റോമൻ സംസ്കാരവും. ഗ്രീക്ക് സംസ്കാരം ഹെല്ലനിക് സംസ്കാരം എന്നും ക്ലാസിക് സംസ്കാരം എന്നും അറിയപ്പെടുന്നു. പുരാതന ഏഥൻസിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയാണ് പെരിക്ലിയസ് ആണ്. ഹോമറിൻ്റെ ഇതിഹാസങ്ങളായിട്ടുള്ള ഇലിയഡ്, ഒഡീസി എന്നിവയിൽ നിന്നും ഈ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നു. മെഡിറ്ററേനിയൻ കടലിലേക്ക് ഉന്തി നിൽക്കുന്ന ബാൽക്കൻ ഉപദ്വീപിൻ്റെ ഏറ്റവും തെക്കുഭാഗത്താണ് ഗ്രീസിൻ്റെ സ്ഥാനം. ഹെല്ലൻ എന്നറിയപ്പെടുന്ന ഒരു പൊതുപൂർവികന്റെ പിൻഗാമികളാണ് തങ്ങളെന്ന് ഗ്രീക്കുകാർ അവകാശപ്പെടുന്നു. ഗ്രീക്കുകാർ എന്ന് വിളിച്ചു തുടങ്ങിയത് റോമക്കാർ ആയിരുന്നു. അയോണിയൻസ്, അക്കേയൻസ്, ഡോറിയൻസ്, ഈലിയൻസ് എന്നിവരായിരുന്നു ഗ്രീസിലെ പ്രധാന ഗോത്രങ്ങൾ. അക്കേയൻ എന്ന ശബ്ദത്തിൽ നിന്നാണ് ഗ്രീക്ക് എന്ന പദത്തിൻ്റെ ഉത്ഭവം. ഗ്രീക്ക് സംസ്കാരം പുറം നാടുകളിലേക്ക് വ്യാപിച്ചപ്പോൾ ഹെലനിസ്റ്റിക് സംസ്കാരം എന്നും അറിയപ്പെട്ടു. ആകാശദേവനായ സിയൂസ് ആയിരുന്നു ഗ്രീക്കുകാരുടെ പ്രധാന ദൈവം. ഹേര ശ്രേഷ്ഠമായിട്ടുള്ള ദേവതയുമായിരുന്നു. സിയൂസ് ദേവനെ പ്രീതിപ്പെടുത്താനാണ് ഒളിമ്പിക്സ് ഗെയിം ആരംഭിച്ചത് BC 776. അപ്പോളയെ സൂര്യദേവനായും അഥീനയെ സ്നേഹം, ജ്ഞാനം, വിജയം എന്നിവയുടെ ദേവതയായും, പോസിഡോണിനെ സമുദ്രദേവനായും, ഡയസിനസിനെ വീഞ്ഞിൻ്റെ ദേവതയായും, ഐറിസിനെ യുദ്ധദേവനായും സങ്കല്പിച്ച് ആരാധിച്ചിരുന്നു. ഉത്തര ഗ്രീസിലുള്ള ഒളിമ്പിസ് മലയാണ് ദേവീദേവന്മാരുടെ ആസ്ഥാനം എന്ന് ഗ്രീക്കുകാർ വിശ്വസിച്ചു. ഗ്രീക്ക് പാർപ്പിടങ്ങളെ പോളിസ് എന്നാണ് വിളിച്ചിരുന്നത്. ഗ്രീക്ക് നാടകങ്ങളിൽ പ്രാമുഖ്യം ദുരന്ത നാടകങ്ങൾക്ക് ആയിരുന്നു. സ്ഥാപകൻ ഈസ്കിലസ് ആയിരുന്നു, എന്നാൽ പ്രമുഖൻ സോഫോക്ലിസ് ആയിരുന്നു. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളായിരുന്നു സ്പാർട്ട, ഏഥൻസ്, തിബ്സ്, കോരിന്ത്, മാസിഡോണിയ മുതലായവ. ഡോറിയൻ ഗ്രീക്കുകാരനാണ് തെക്കൻ ഗ്രീസിൽ സ്പാർട്ട സ്ഥാപിച്ചത്. സ്പാർട്ടൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും സുശക്തമായിട്ടുള്ള ഘടകം എഫോഴ്സ് എന്ന പേരിലറിയപ്പെട്ട ഒരഞ്ചംഗ സമിതിയായിരുന്നു. വിശുദ്ധ ആശയങ്ങളുടെ കൂടിച്ചേരൽ എന്ന് സ്പാർട്ടൻ ഭരണഘടന അറിയപ്പെടുന്നു. സോഷ്യലിസ്റ്റ് ഭരണക്രമമുള്ള സൈനിക നഗരരാഷ്ട്രമായ സ്പാർട്ട വിസ്തൃതിയിൽ ഏറ്റവും വലുതായിരുന്നു. ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രം ഏഥൻസ് ആയിരുന്നു. ഏഥൻസിൽ ആദ്യമായി ഒരു നിയമം എഴുതി ഉണ്ടാക്കിയത് ഡ്രേക്കൺ ആയിരുന്നു. അഥീനിയരുടെ ആദ്യ നിയമപരിഷ്കർത്താവ് സോളൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളാണ് അഥീനിയൻ ജനാധിപത്യത്തിന് അടിസ്ഥാനം ഇട്ടത്. ജനാധിപത്യത്തിൻ്റെ പിതാവ് ക്ലൈസ്തനീസ് ആണ്. അഥീനിയൻ ജനാധിപത്യം അതിൻ്റെ സുവർണ ദിശയിൽ എത്തിയത് പെരിക്ലിസിൻ്റെ കാലത്താണ്. പെരിക്ലിസിൻ്റെ കീഴിൽ ഏഥൻസ് ഹെല്ലാസിൻ്റെ പാഠശാല എന്ന പദവിക്ക് അർഹമായി. അഥീനിയൻ അസംബ്ലി എക്ലീഷ്യ എന്ന് അറിയപ്പെട്ടു. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളായ ഏഥൻസും സ്പാർട്ടയും തമ്മിൽ നടന്ന യുദ്ധമാണ് പിലോപ്പോണീഷ്യൻ യുദ്ധം എന്ന് അറിയപ്പെട്ടത്. ഇതിൽ സ്പാർട്ട വിജയിച്ചു. ലോകത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയായി അറിയപ്പെടുന്നത് പെരിക്ലിസ് ആണ്. പ്രസിദ്ധരായിട്ടുള്ള ഗ്രീക്ക് നാടകകൃത്തുക്കളാണ് ഈസ്കിലസ്, സെഫോക്ലിസ്, യൂറിപ്പിഡിസ് എന്നിവർ. ഗ്രീക്ക് ദുരന്ത നാടക ഉപജ്ഞാതാവാണ് ഈസ്കിലസ്. ദുരന്ത നാടക സാഹിത്യത്തിലെ ഏറ്റവും പ്രമുഖൻ സോഫോക്ലിസ് ആയിരുന്നു. പ്രൊമത്തിയൂസ്, അഗമനോൺ എന്നീ നാടകങ്ങൾ എഴുതിയത് അക്കിലസ് ആയിരുന്നു. ഈഡിപ്പസ് എന്ന നാടകം എഴുതിയത് സോഫോക്ലിസ് ആയിരുന്നു. ട്രോജൻ വുമൺ എന്ന പ്രശസ്ത നാടകം എഴുതിയത് യൂറിപ്പിഡസ് ആയിരുന്നു. ശുഭാന്ത നാടകകൃത്തുക്കളിൽ പ്രമുഖൻ അരിസ്റ്റോഫിനസ് ആയിരുന്നു. ചരിത്രത്തിൻ്റെ പിതാവ് ഹെറോഡോട്ടസ് ഗ്രീക്കുകാരനാണ്. ലോകത്തിലെ ആദ്യ ചരിത്ര പുസ്തകമാണ് ഹെറോഡോട്ടസിൻ്റെ ഹിസ്റ്റോറിയ. ഗ്രീക്കുകാരും പേർഷ്യക്കാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. ഒന്നാമത്തെ ശാസ്ത്രീയ ചരിത്ര രചയിതാവ് എന്നറിയപ്പെടുന്ന തൂസിഡൈഡ്സിൻ്റെ പിലോപ്പോണീഷ്യൻ യുദ്ധത്തിൻ്റെ ചരിത്രം എഴുതി. മറ്റൊരു ഗ്രീക്ക് ചരിത്രകാരനായിരുന്നു സെനോഫോൺ. പ്രസംഗകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രീക്കുകാരനാണ് ഡെമോസ്തനീസ്. പുരാതന ഗ്രീക്കിലെ പ്രശസ്ത തത്വചിന്തകനായിരുന്നു സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ യഥാതഥ വാദത്തിൻ്റെ വക്താക്കളായിരുന്നു, അതായത് ഐഡിയലിസം. ഒരു കൃതി പോലും എഴുതാതെ പ്രസിദ്ധനായിട്ടുള്ള തത്വചിന്തകനായിരുന്നു സോക്രട്ടീസിൻ്റെ ശിഷ്യന്മാരായിരുന്നു പ്ലേറ്റോ, സെനഫൺ എന്നിവർ. എനിക്ക് ഒന്നറിയാം, എന്തെന്നാൽ എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് ഒന്നറിയാം, എന്തെന്നാൽ എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത് സോക്രട്ടീസാണ്. സോക്രട്ടീസിനെ വധിച്ചത് ഹെംലോക്ക് എന്ന വിഷം നൽകിയാണ്.
പ്ലേറ്റോ എഴുതിയ കൃതികളാണ് റിപ്പബ്ലിക്, സിമ്പോസിയം. അക്കാദമി എന്ന തത്വചിന്താ വിദ്യാലയം സ്ഥാപിച്ചത് പ്ലേറ്റോ. പ്ലേറ്റോയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖൻ അരിസ്റ്റോട്ടിൽ ആയിരുന്നു. തർക്കശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൻ്റെ പ്രധാന കൃതി പൊളിറ്റിക്സ്. ജ്ഞാനികളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ. അറിവാണ് നന്മ എന്നു പറഞ്ഞത് പ്ലേറ്റോ. ദ ഫിലോസഫർ എന്നറിയപ്പെട്ടത് അരിസ്റ്റോട്ടിൽ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവായിരുന്നു അരിസ്റ്റോട്ടിൽ. ഏഥൻസിലെ ലൈസിയത്തിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഗ്രീസിൽ ഉടലെടുത്ത രണ്ട് തത്വചിന്തകളാണ് സ്റ്റോയിക്കും എപ്പിക്യൂറിയനും. സ്റ്റോയിക് ചിന്തയുടെ ഉപജ്ഞാതാവ് സെനോ ആയിരുന്നു. ഭൂമിയുടെ വ്യാസം, ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരവും കണക്കുകൂട്ടിയറിഞ്ഞത് ഇറാസ്തോസ്തനീസ് ആയിരുന്നു. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രീക്കുകാരനായിട്ടുള്ള ഹിപ്പോക്രാറ്റസ് ആണ്. പരിഹാസ തത്വക പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് കണക്കാക്കുന്ന ഗ്രീക്കുകാരായിട്ടുള്ള ആർക്കിലോക്കസ് ആണ്. മസ്തിഷ്ക ഘടനയെപ്പറ്റി വിശദമായി പഠിക്കുകയും രക്തചംക്രമണത്തിൽ ശുദ്ധരക്തധമനികൾക്കുള്ള പങ്ക് വിശദീകരിക്കുകയും ചെയ്ത ഹോറോഫിലസ് ആണ്. ഹോറോഫിലസ്. ഗ്രീസിൽ കലകൾ അത്യുന്നതി പ്രാപിച്ചത് പെരിക്ലിസിൻ്റെ കാലത്തായിരുന്നു. ഗ്രീസിലെ പ്രതിമ ശില്പികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ഫിഡിയാസ് ആയിരുന്നു. പാർത്തിനോണിയൻ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മേൽനോട്ടം വഹിച്ചത് ഫിഡിയാസ് ആയിരുന്നു. ആദ്യമായി നിഴലും വെളിച്ചവും ചിത്രരചനയിൽ ഉപയോഗിച്ചത് അപ്പോളോഡോറസ് എന്ന അഥീനിയൻ ചിത്രകാരനാണ്. രാഷ്ട്രമീമാംസയുടെയും ജീവശാസ്ത്രത്തിൻ്റെയും പിതാവായി കരുതപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. പ്രേമത്തെയും പ്രകൃതിഭംഗിയെയും കുറിച്ചെഴുതിയ കവയിത്രിയാണ് സാപ്പോ. അക്ഷരമാലയിൽ സ്വരാക്ഷരങ്ങൾ ആദ്യമായി അവതരിപ്പിച്ചത് ഗ്രീക്കുകാരാണ്. ചെങ്കടലിനെ എറിത്രിയൻ കടൽ എന്നും വിളിച്ചതും ഗ്രീക്കുകാരാണ്. പുരാതന ഗ്രീക്കുകാർ വലിയ സംഭാവന നൽകിയത് തത്വശാസ്ത്ര രംഗത്തായിരുന്നു. തെയിൽ സ്ഥാപിച്ച മൈലീഷ്യൻ തത്വചിന്തയാണ് ഗ്രീസിലെ ആദ്യ തത്വചിന്ത. അണുവാദം ഡെമോക്രാറ്റസ് മുന്നോട്ട് വെച്ചു. മനുഷ്യനാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്ന സോഫിസ്റ്റ് ചിന്തകരിൽ പ്രധാനിയായിരുന്നു പ്രോട്ടഗോറസ് ആയിരുന്നു. പ്രസിദ്ധമായിട്ടുള്ള മാരത്തൺ യുദ്ധം BC 490 ഗ്രീക്കുകാരും പേർഷ്യക്കാരും തമ്മിലായിരുന്നു. യുദ്ധത്തിൽ ഗ്രീക്കുകാരാണ് വിജയിച്ചത്. റോമൻ സംസ്കാരം. ടൈബർ നദീതീരത്താണ് റോമൻ സംസ്കാരം ഉടലെടുത്തത്. മാർസ് ദേവന്റെ ഇരട്ടപുത്രന്മാരായിട്ടുള്ള റോമുലസും റീമസും ചേർന്നാണ് റോം സ്ഥാപിച്ചത് BC 753. സപ്തശൈല നഗരം എന്നാണ് റോമിനെ വിശേഷിപ്പിക്കുന്നത്. ഇറ്റലിയുടെ സ്വാമിനി എന്ന പദവി ലഭിച്ചത് റോമിനായിരുന്നു. റോമൻ സമൂഹത്തിലെ രണ്ട് വിഭാഗങ്ങളായിരുന്നു പെബ്ലീഷ്യൻസും പെട്രീഷ്യൻസും. പെട്രീഷ്യൻസും തമ്മിലുണ്ടായ സംഘട്ടനം സ്ട്രഗിൾ ഓഫ് ദി ഓർഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ലോ ഓഫ് ദി 12 ടേബിൾസ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് എന്നത് റോമാക്കാരുടെ ആദ്യ നിയമസംഹിതയായിരുന്നു. റോമിലെ സാധാരണ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന കൊമീഷ്യ കുരിയാറ്റ റോമിലെ ആദ്യകാല അസംബ്ലിയാണ്. റോമും കാർത്തേജും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ പ്യൂണിക് യുദ്ധങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 3 പ്യൂണിക് യുദ്ധങ്ങളാണ് അറിയപ്പെടുന്നത്. കാർത്തേജിന്റെ പ്രസിദ്ധ സൈന്യാധിപനായിരുന്നു ഹാനിബാൾ. ആഫ്രിക്കാനസ് എന്നറിയപ്പെട്ട സിപ്പിയോ ഹേബിയസ് എന്നിവരായിരുന്നു റോമിനെ യുദ്ധത്തിൽ നയിച്ചത്. റിപ്പബ്ലിക് എന്ന ആശയം റോമക്കാരുടേതാണ്. റോം റിപ്പബ്ലിക്കായത് BC 509 റോമക്കാർ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന റോമൻ നിയമങ്ങളാണ്. റോമൻ ചക്രവർത്തിമാർ സ്ഥാപിച്ച വാർത്താ ബോർഡ് ആൽബം എന്നറിയപ്പെട്ടു. റോമക്കാരുടെ വർഷദേവൻ ജൂപ്പിറ്റർ ആയിരുന്നു. മാർസ് സമരദേവതയും. പ്രശസ്ത കവി വെർജിലിയന്റെ കൃതിയാണ് ഏനിഡ്. പാരലൽ ലൈവ്സ് പ്ലൂട്ടാർക്കിന്റെ പ്രസിദ്ധ കൃതിയാണ്. ഓൺ ദി നേച്ചർ ഓഫ് തിങ്സ് എന്ന കവിത എഴുതിയത് ലുക്രീഷ്യസ് ആണ്. റോമിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധ പ്രാസംഗികനാണ് സീസറോ. ഹിസ്റ്റോറിയോ നേച്ചുറാലിസിസ് രചിച്ചത് പ്ലീനിയാണ്. കോൺക്രീറ്റ് കണ്ടുപിടിച്ചതും കല്ലും ഇഷ്ടികയും തമ്മിൽ യോജിപ്പിക്കുന്ന വിദ്യ കണ്ടുപിടിച്ചതും റോമാക്കാരായിരുന്നു. വൈദ്യശാസ്ത്ര രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ റോമക്കാരായിരുന്നു ഗാലൻ. റോമ സാമ്രാജ്യത്തിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഒക്ടോവിയൻ ഭരണകാലമാണ്. വന്നു, കണ്ടു, കീഴടക്കി ജൂലിയസ് സീസറിന്റെ വാക്കുകളാണ്. ഒക്ടേറിയനാണ് ആഗസ്റ്റ് സീസർ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് ആദ്യ ചക്രവർത്തി. ക്രിസ്തുമതത്തെ റോമിലെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത് തിയോഡേഷ്യസ് ഒന്നാമനാണ്. കോൺസ്റ്റാന്റിനോപ്പിളിനെ ബൈസാന്റിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാക്കിയത് കോൺസ്റ്റാന്റിയൻ ആയിരുന്നു. ക്രിസ്തുമതം സ്വീകരിച്ച റോമൻ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ. യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് റോം ഭരിച്ചത് ആഗസ്റ്റ് സീസർ ആയിരുന്നു. ഇംപറേറ്റർ എന്ന പേരിൽ അറിയപ്പെട്ട റോമൻ ചക്രവർത്തിയാണ് ഒക്ടേവിയൻ സീസർ. റോമക്കാരുടെ ഏറ്റവും വലിയ ദൈവം ആകാശദേവനായിട്ടുള്ള ജൂപ്പിറ്റർ ആയിരുന്നു.
അപ്പോളോ സൂര്യപ്രകാശം, ബാക്കസ് വീഞ്ഞ്, മാഴ്സ് യുദ്ധം, കുപ്പിഡ് പ്രേമം, ഡയാന ഫലഭൂയിഷ്ഠത, ജൂനോ വിവാഹം, വാൾക്കൻ അഗ്നി എന്നിവരായിരുന്നു പ്രധാന ദൈവങ്ങൾ. ടൈബീരിയസ് ചക്രവർത്തിയുടെ കാലത്താണ് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയത്. റോമിനെ മാർബിൾ നഗരമാക്കി മാറ്റിയത് ആഗസ്റ്റ് സീസറാണ്. റോമാ സാമ്രാജ്യത്തെ പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യം എന്നും കിഴക്കൻ റോമാ സാമ്രാജ്യം എന്നും വിഭജിച്ചത് ഡയോക്ലീഷ്യസ് ചക്രവർത്തിയാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ രക്തസാക്ഷികളാക്കിയതും ഇദ്ദേഹമാണ്. റോമിലെ പ്രധാന തത്വചിന്തകളായിരുന്നു എപ്പിക്യൂറിനിസം, സ്റ്റോയിക് സിദ്ധാന്തവും. എപ്പിക്യൂറിനിസത്തിന്റെ പ്രധാന വക്താവ് ലുക്രീഷ്യസും സ്റ്റോയിസത്തിന്റെ വക്താവ് സെനക്കേയും ആയിരുന്നു. സ്പാർട്ടക്കസ് നയിച്ച അടിമകലാപങ്ങൾ AD 73 റോമിൽ നടന്നത്. ജൂലിയസ് സീസർ റൂബിക്കൺ നദി കടന്ന് റോമിലെത്തിയത് BC 49. അടുത്തത് ചൈനീസ് സംസ്കാരം. ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഒയാങ്ഹോ നദീതീരത്താണ്. ചൈനയുടെ ദുഃഖം എന്ന അല്ലെങ്കിൽ മഞ്ഞ നദി എന്നും ഹോയാങ്ഹോ നദി അറിയപ്പെടുന്നത്. ചൈനയിലെ പ്രധാന സംസ്കാരങ്ങൾ ചിൻ, ചു, ഏഹി, ഹൺ, ചൗ, ടാർട്ടാർ എന്നിവയായിരുന്നു. ചൈനീസ് സംസ്കാരം ഏറ്റവും അഭിവൃദ്ധി പ്രാപിച്ചത് ഷിഹുവന്തിയുടെ കാലത്താണ്. ചൈനയിലെ വൻമതിൽ നിർമ്മിച്ചത് ചിൻ രാജവംശത്തിലെ ഷിഹുവന്തിയുടെ കാലത്താണ്. ചൈനീസ് സംസ്കാരത്തിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഹാൻ വംശകാലത്താണ്. തേയിലയുടെ ഉപയോഗം, പേപ്പർ കറൻസി എന്നിവ ആദ്യമായി പ്രയോഗത്തിൽ കൊണ്ടുവന്നത് ചൈനക്കാരാണ്. ചൈനയിലെ ആദ്യ സാമ്രാജ്യം ഷാങ് സാമ്രാജ്യം ആയിരുന്നു. ഷാങ് നാഗരികതയുടെ പുരാവസ്തു ഗവേഷണ പ്രകാരം ചൈനയിലെ ആദ്യത്തെ സാമ്രാജ്യം. ചൈന യൂറോപ്പിൽ അറിയപ്പെട്ടിരുന്നത് സെറിക്ക അഥവാ സിൽക്കിൻ്റെ നാട് എന്നായിരുന്നു. ലോകത്തിൽ ആദ്യമായി കടലാസ് നിർമ്മിച്ചത് ചൈനക്കാരാണ്. ചൈനയിലെ ആദ്യ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ഷിഹുങ്തി ആയിരുന്നു. ചിൻ രാജവംശം. ഷിഹുങ്തി ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്ന് അറിയപ്പെടുന്നു. ചൈനയിലെ വൻമതിൽ ആണ് ചന്ദ്രനിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ഏക മനുഷ്യനിർമ്മിത വസ്തു. താവോ മതം സ്ഥാപിച്ചത് ചൈനക്കാരനായിട്ടുള്ള ലാവോസെയാണ്. ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ലാവോസെയാണ്. ചൈനയിലെ മറ്റൊരു മതമായ കൺഫ്യൂഷനിസം സ്ഥാപിച്ചത് കൺഫ്യൂഷ്യസ് ആണ്. ഭൂകമ്പ മാപിനി ആദ്യമായി നിർമ്മിച്ചത് ചൈനക്കാരാണ്. ലോകത്തിൽ ആദ്യമായി വെടിമരുന്ന് നിർമ്മിച്ചതും ഇവരാണ്. ചൈനക്കാർ സൗരപഞ്ചാംഗം ഉപയോഗിച്ചിരുന്നത്. മുകളിൽ നിന്നും താഴോട്ട് എഴുതുന്ന ചിത്രലിപിയാണ് ചൈനയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. ചൈനയിൽ അടിമത്തം അവസാനിപ്പിച്ചത് വാങ് മാങ് ചക്രവർത്തിയാണ്. താങ് രാജവംശത്തിലെ തൈ ചു വാങ് ചൈനീസ് അശോകൻ എന്ന് അറിയപ്പെടുന്നു. ഹാൻ രാജവംശത്തിലെ വു തി എന്ന രാജാവ് ചൈനീസ് നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നു.